ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഇലക്ട്രോകെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ജെഇ മെയിൻസ് 2025 സെഷൻ 1 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റൻസിലോട്ട് അടക്കാം. എ സൊല്യൂഷൻ ഓഫ് അലൂമിനിയം ക്ലോറൈഡ് ഈസ് ഇലക്ട്രോലൈസ്ഡ് ഫോർ 30 minutes using a current of 2 ampere. The amount of the aluminum deposited at the cathode is എന്നാണ് ചോദ്യം. ഓക്കെ, ഫാരഡേസ് ഫസ്റ്റ് ലോ ആണ്, വളരെ എളുപ്പമാണ്. W ഈക്വൽ ടു ZIT വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. സോ W equal to Z into I into T, where Z equal to നമുക്കറിയാം Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വലന്റ് മാസ് ഡിവൈഡഡ് ബൈ 96500 ആണ് ഇൻറ്റു I ഇൻറ്റു T അല്ലേ. ദെൻ ഇക്വലന്റ് മാസ് ഓഫ് ഇവിടെ ആരാണ്, അലൂമിനിയം ആണ്, വിച്ച് മീൻസ് അലൂമിനിയം ക്ലോറൈഡ് ഇൻറ്റു അലൂമിനിയം. അപ്പോൾ അലൂമിനിയം ക്ലോറൈഡ് ആകുമ്പോൾ ഹിയർ ദ എൻ ഫാക്ടർ ഈക്വൽ ടു നമുക്കറിയാം 3 ആണ്, ബിക്കോസ് +3 to 0 എൻ ഫാക്ടർ 3 വന്നു. Then molar mass of aluminum 27. So അപ്പോൾ equivalent mass ആക്കാൻ molar mass divided by n factor, then n factor equal to 3 into 96500 into current എത്രയാടാ, കറണ്ട് നമുക്കറിയാം 2 ആംപിയർ ആണ് കറണ്ട്. ദെൻ 13 മിനിറ്റ്സ് ആണ്. സോ മിനിറ്റ്സിന് നമുക്ക് എന്ത് ആക്കണം, സെക്കൻഡിൽ ആക്കണം. യെസ് ആണോ? സോ ഈ 0 0 0 0 പോയി, ദെൻ ഈ 3യും പോയി. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക, ബാക്കി ഉണ്ടാവില്ല 27 × 12 അല്ലേ. 27 × 12 എന്ന് പറഞ്ഞാൽ 270 + 54, അപ്പം 4, ദെൻ 324. ഓക്കെ, സോ 324 ഇത് അപ്രോക്സിമേറ്റ്ലി 10⁻³ ഉണ്ടാവും. 10⁻³ നമ്മൾ ന്യൂമറേറ്ററി കൊണ്ടുവരുമ്പോൾ 10⁻³ അപ്പോൾ 0.0324 കുറച്ച് കൂടുതലുണ്ടാവും, ബിക്കോസ് നമ്മൾ 1000 കൊണ്ടല്ല ഡിവൈഡ് ചെയ്യേണ്ടത്, 96500 ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് വലിയൊരു വാല്യൂ. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ, കാരണം അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഏതാണ്, 0.336 ഈസ് ദ റൈറ്റ് ആൻസർ. യെസ് ആണോ? ദെൻ വി വാണ്ട് ടു മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 Jan 22 ഷിഫ്റ്റ് 2ന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ സ്റ്റേറ്റ്മെന്റുകളാണ്. സ്റ്റേറ്റ്മെന്റ് 1, corrosion is an electrochemical phenomenon. Correct ആണ്, corrosion electrochemical phenomenon ആണ്, in which a pure metal act as an anode and impure metal act as a cathode. നമുക്ക് corrosionന്റെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു അയൺ റോഡിൻ്റെ കൊറോഷൻ ആണ് എടുക്കണമെങ്കിൽ നമുക്കറിയാം ഇവിടെ Fe ആണുള്ളത്. ഈ Fe2+ ആയിട്ട് ഇതിന് ആദ്യം ഓക്സിഡേഷൻ നടക്കും. അവിടെ ഓക്സിഡേഷൻ എവിടെ നടക്കുക, ഓക്സിഡേഷൻ നടക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ആനോഡ്. അപ്പോൾ പ്യുവർ മെറ്റൽ ആറ്റം ആനോഡായിട്ട് ആക്ട് ചെയ്യും, ആൻഡ് ഇംപ്യുവർ മെറ്റൽ ആറ്റം കാഥോഡായിട്ട് ആക്ട് ചെയ്യും. ആ സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റ് ആണ്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2, ദ റേറ്റ് ഓഫ് കൊറോഷൻ ഈസ് മോർ ഇൻ ആൽക്കലൈൻ മീഡിയം ദാൻ ഇൻ അസിഡിക് മീഡിയം എന്നാണ്. സോ അസിഡിക് മീഡിയം നമുക്കറിയാം, ഇവിടെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത റിയാക്ഷൻ ഇവിടുത്തെ കാഥോഡ് പ്രോസസ്സിൽ നമുക്കറിയാം H+ സാന്നിധ്യം, അതായത് നമ്മൾ കാർബോണിക് ആസിഡ് ആയിരിക്കും അവിടെ പ്രോബബ്ലി ഉണ്ടാവുക, ബിക്കോസ് കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെ വാട്ടറും കൂടി റിയാക്ട് ചെയ്ത് H+ ഒരു അസിഡിക് മീഡിയം അവിടെ ഉണ്ടാവണം നമ്മൾ പറയാറുണ്ട്. അപ്പൊ അസിഡിക് മീഡിയത്തിലാണ് ആക്ച്വലി എന്ത് സംഭവിക്കുക, കൊറോഷൻ നന്നായിട്ട് സംഭവിക്കുക. ആൽക്കലൈന് സംഭവിക്കൂല എന്നല്ല പറഞ്ഞത്, പക്ഷെ ആൽക്കലൈനേക്കാളും അസിഡിക് മീഡിയത്തിൽ റേറ്റ് കൂടുതലായിരിക്കും ആക്ച്വലി. അപ്പൊ ഇവന്മാർ പറഞ്ഞത് the rate of corrosion is more in alkaline medium. That statement is not true. So statement 2 is false and statement 1 is true. Option 3 is the right answer. Okay അല്ലേ. then നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3 Jan 23 ഷിഫ്റ്റ് 1ന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് തന്നിട്ടുള്ളത് Fe(2- gives Fe3+ gives Fe2+ gives Fe. then അവിടുത്തെ എന്ത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. സോ ദീസ് പൊട്ടൻഷ്യൽസ് ആർ യെസ്, ഇവിടെ +2 ആണ്, ഇവിടെ +8 ആണ്. ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആർ ഗിവൺ ഇൻ വോൾട്ട്സ്. ദ വാല്യൂ ഓഫ് E0 Fe(O4)2- gives Fe2+. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. എടാ ഈ റിയാക്ഷൻ ഏതാണ്, Fe(O4)2- എന്തായിട്ടാണ് മാറുന്നത്, Fe2+ ആയിട്ടാണ് മാറുന്നത്. സോ ഹിയർ ദിസ് ഈസ് അയൺ +6 അല്ലേ, കാരണം 4 ഓക്സിജൻ എന്ന് പറഞ്ഞാൽ -8, ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ +8 - 2, സോ ഇറ്റ്സ് ഈക്വൽ ടു +6. അപ്പോൾ ഇവിടെ +6 to +2 റിഡക്ഷൻ ആണ്. റിഡക്ഷൻ ഈസ് ഡ്യൂ ടു ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. എത്ര ഗെയിന്, 4 ഇലക്ട്രോൺ ഗെയിന്. യെസ് ആണോ? ഇതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ, ഇതിൻ്റെ പൊട്ടൻഷ്യലാണ് നമുക്ക് വേണ്ടത്. സോ തൽക്കാലം ഞാൻ ഇതിനെ ΔG1 എന്ന് എഴുതുന്നു, അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതുന്നു, ഇക്വേഷൻ നമ്പർ 1. ആൻഡ് ഈ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് ഒന്ന് Fe(O4)2- ആണ്. സോ ഹിയർ Fe(O4)2- ഇവിടെ ഉണ്ട്. ആൻഡ് അടുത്തത് Fe2+ ആണ്, അവൻ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ഈ രണ്ട് റിയാക്ഷനെ സെപ്പറേറ്റ് ചെയ്താൻ പോവാണ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് Fe(O4)2- gives Fe3+. and this is +6 to +3, so 3 electron reduction ആണെങ്കിൽ here the Gibbs free energy equal to ΔG2 and the equation number 2.
ആൻഡ് അപ്പോൾ E20 നമുക്കറിയാം E20 equal to 2. And the next equation Fe2 plus 2, sorry, Fe3 plus gives Fe2 plus, and this is one electron reduction, and one electron reduction anagil this is delta G3, and this is equation number 3. And here E30 equal to 0.8. Okay, from this data delta G1 equal to namakariam അല്ലെങ്കിൽ equation number 1 or delta G1 equal to, okay, so Fe offer 2 minus നമുക്ക് reactant side തന്നെ വേണം. അപ്പോൾ equation number 2, so this is delta G2. Then Fe2 plus നമുക്ക് product side വേണം, then plus delta G3. Okay, this is our equation. And we know that delta G equal to minus NF into E0 cell. Okay, so അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം 4 ആണ്. സോ മൈനസ് ഇൻറ്റു 4F ഇൻറ്റു E10 equal to delta G2 minus into 3F into E20 plus minus into 1F into, because here the electron equal to 1F into E30. Okay, then from this data F cancel ചെയ്ത് നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത്, സോ അപ്പോൾ ബാക്കി ആരാ ഉണ്ടാവുക? സോ 4 into E10 equal to 3 into E20 plus E30. അപ്പോൾ 3 into E20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? E2 it's equal to 2 plus E3 എത്രയാണ്? 0.8. so 6.8. then E10 equal to 6.8 divided by 4. അപ്പോൾ 3.4 divided by 4 it's equal to 1.7. so 1.7 is the right answer. Option 2 is the right one. Okay, it's very simple. And next question. So question number 4, 23 Jan shift 2 ന്റെ question ആണ്. Standard electrode potential for a few half cell are mentioned below. So here copper 2 plus bar copper, Zn 2 plus bar Zn, Ag plus bar Ag, and Mg 2 plus bar Mg. Okay, എല്ലാവരും ഉണ്ട്. Then ഇനി ചോദിച്ചിട്ടുള്ളത് എന്താണ്? Which of the following cell gives the most negative value of delta G0? Delta G0 ന്റെ value most negative ആവണമെന്നുണ്ടെങ്കിൽ the cell becomes more spontaneous. Cell more spontaneous ആവണമെങ്കിൽ the E0 cell becomes greater. E0 cell greater ആവണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആനോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, കാത്തോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ആനോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നന്നായിട്ട് കുറയണം, കാത്തോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നന്നായിട്ട് കൂടണം. സോ ഹു ഈസ് ദ കാത്തോഡ് ഹിയർ? സോ കാത്തോഡ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ഇതെല്ലാം സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടിയ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സിൽവർ. അപ്പോൾ സിൽവർ ആയിരിക്കും നമ്മളുടെ കാഥോഡ്. അതായത് ഇവിടെ ഏറ്റവും നല്ല കാഥോഡായിട്ട് ആക്ട് ചെയ്യേണ്ട ആള് ആക്ച്വലി ആരാണ്? സിൽവർ ആണ്. സോ ഇത് നമ്മുടെ സെൽ റെപ്രസെൻറ്റേഷൻ ആണ്. ആദ്യം ആനോഡ്, രണ്ടാമത് കാഥോഡ്. അപ്പോൾ സിൽവർ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ, ഇത് സിൽവർ ഉള്ള ആളാണ്, ഇതും സിൽവർ ഉള്ള ആളാണ്, അവരെ നമുക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് ഇനി കാഥോഡിനെ സെലക്ട് ചെയ്തു. അടുത്തത് ആനോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ വല്ലാണ്ട് കുറയണം എന്നാണ് ഞാൻ പറഞ്ഞത്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഇവിടെ ഏറ്റവും കുറഞ്ഞ ആള്, ദിസ് ഇസ് അഗെയിൻ നെഗറ്റീവ് ആൻഡ് ദിസ് ഇസ് ഓൾസോ നെഗറ്റീവ്. രണ്ടാൾക്കാർ നെഗറ്റീവായി. ഇത് -0.76, ഇത് -2.37. ആൻഡ് ഇവിടെ ഏറ്റവും കുറഞ്ഞത് മാഗ്നീഷ്യം 2+ ആണ്. പക്ഷെ മാഗ്നീഷ്യം 2+ നമുക്ക് തന്നിട്ടുള്ള ഒരു ഓപ്ഷനിലും എന്തായിട്ടില്ല, ആനോഡ് ആയിട്ടില്ല. സോ നമുക്ക് അപ്പോൾ അടുത്തത് ആരേക്ക് പോവാം? സിങ്കിലോട്ട് പോവാം. ദ നെക്സ്റ്റ് member is zinc. So അപ്പോൾ zinc anode ആയിട്ടും വരണം and silver cathode ആയിട്ടും വരണം. So option 1 is the right answer. Okay അല്ലേ? So the next one question number 5, 24 Jan shift 1 ലെ question ആണ്. For the reaction for the given cell Fe2 plus Ag plus gives Fe3 plus Ag. The standard cell potential of the above reaction is given by. Okay, ഇവിടെ നോക്കടാ, ഇതൊരു സെല്ലാണല്ലോ അല്ലേ? ഇതൊരു സെല്ലാണെങ്കിൽ Fe2 plus to Fe3 plus എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this one is oxidation. എവിടെ നടക്കുക? ആനോഡില്. ആൻഡ് Ag plus to Ag എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this is റിഡക്ഷൻ എവിടെ നടക്കുക? കാത്തോഡില്. ആൻഡ് കാത്തോഡിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ E0 കാത്തോഡ് ആരാണ്? Ag plus bar Ag equal to x volt.
ആൻഡ് ദിസ് ഇസ് എക്സ്. ആൻഡ് പക്ഷേ നമുക്ക് എന്ത് തന്നിട്ടില്ല, E0 Fe2 പ്ലസ് ബാർ Fe3 പ്ലസ് Fe2 പ്ലസ് ബാർ Fe3 പ്ലസ് അല്ല തിരിച്ച് കിട്ടിയാലും മതി, ഏത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കിട്ടിയാലും മതി, ഓർ Fe3 പ്ലസ് ബാർ Fe2 പ്ലസ്. ഇങ്ങനൊരു ഡാറ്റ നമുക്കില്ല, നമുക്കുള്ളത് Fe2 പ്ലസ് ടു Fe, Fe3 പ്ലസ് ടു Fe ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് അറിയത്തില്ല, ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ അത് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് എഴുതിയാലോ. Fe3 പ്ലസ് ഗീവ്സ് Fe2 പ്ലസ്. Then this is one electron reduction. One electron reduction ആണെങ്കിൽ this is E and the equation is equation number 1. Okay. Then അപ്പോൾ ഇവിടെ ഇനി അടുത്തത് നമുക്കുള്ളത് വേണ്ട ഇക്വേഷൻസ്, അതായത് നമുക്ക് ഇനി ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. This is Fe2 plus 2 electron. Fe2 plus 2 electron gives Fe. And here the equation number is equal to 2. And the next equation is Fe3 plus gives Fe plus 3 electron. This is equation number 3. And here the equation number 1 equal to equation number 3 minus equation number 2, because ഇവിടെ Fe3 plus we want we get in reactant side and Fe2 plus in product side. Okay, so equation number 1 equal to equation number 3 minus equation number 2. So delta G1 equal to delta G3 minus delta G2. Okay, so from these data നമുക്ക് delta G1 പകരം എന്ത് കൊടുക്കാടാ, ഡെൽറ്റ G1 പകരം നമുക്ക് ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അപ്പം മൈനസ് F ഇൻറ്റു E10 എന്ന് എഴുതാം. ആൻഡ് ഡെൽറ്റ G3 പകരം നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് 3F ഇൻറ്റു E30 എന്ന് എഴുതാം, മൈനസ് ഡെൽറ്റ G2 പകരം മൈനസ് 2F ഇൻറ്റു E20 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ മൈനസ് എല്ലായിടത്തും പോയി, എഫ് എല്ലായിടത്തും പോയി. അപ്പം നമുക്ക് ഈക്വേഷൻ എങ്ങനെ കിട്ടും, E10 ഈക്വൽ ടു 3 ഇൻറ്റു E30 മൈനസ് 2 ഇൻറ്റു E20 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ E10 ഈക്വൽ ടു 3 ഇൻറ്റു E30. എത്ര E30? ഇതാണ് E30. അപ്പോൾ E30 എന്ന് പറഞ്ഞാൽ Z, അപ്പോൾ 3Z. ഓക്കെ, 3Z മൈനസ് 2 ഇൻറ്റു E20. E2 എത്രയാ, Z കഴിഞ്ഞാൽ അടുത്തത് Y. ഓക്കെ, 2Y. സോ 2Y is the right answer. ഞാൻ അങ്ങനെയാണെങ്കിൽ this one is 3Z minus 2Y. 3Z minus 2Y ആണ് നമ്മളുടെ E1. ആരായിരുന്നു E1? This is E0 Fe3 plus bar Fe2 plus Fe3 plus bar Fe2 plus. Okay, അതാണ് 3Z minus 2Y. Then the next one is E cell equal to or E0 cell equal to E0 cathode minus E0 anode. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ E0 oxidation plus E0 reduction. പക്ഷെ നമുക്ക് ഇത് രണ്ടും ഞാനിപ്പോൾ റിഡക്ഷൻ ടേംസിൽ തന്നെ കണ്ടുപിടിച്ചത്. അപ്പോൾ E0 cathode, ആരാണ് cathode എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സിൽവർ പ്ലസ് ആണ്. സിൽവർ പ്ലസിൻ്റെ വാല്യൂ എക്സ്. ഓക്കെ, മൈനസ് E0 ആനോഡ് ഇവനാണ്. അപ്പോൾ 3Z മൈനസ് 2Y. അപ്പോൾ ഏതാ ആൻസർ കിട്ടുക, എക്സ് പ്ലസ് 2Y minus 3Z is the right answer. X plus 2Y minus 3Z. So option 3 is the right one. Option 3 is the right one. Then next question. Okay, the next question is 24 Jan shift 2. Based on the data given below, E0 Cr2O7 2 minus bar Cr3 plus. Okay, the strongest reducing agent is ഒരുപാട് ഡാറ്റാസ് തന്നിട്ടുണ്ട്. ഇതിൽ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റിനെ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ ആരാ റെഡ്യൂസിങ് ഏജന്റ്? സോ എ റിയേജന്റ് വിച്ച് ടേക്ക് പ്ലേസ് ഇൻ ഓക്സിഡേഷൻ, അല്ലേ? ആർക്കാണോ നന്നായിട്ട് ഓക്സിഡേഷൻ നടക്കുന്നത് അവനാണ് ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ ഒരുത്തന്നെ ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ അവൻ്റെ സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ നടക്കാനുള്ള പൊട്ടൻഷ്യൽ. സോ സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഹൈ ആയിരിക്കണം. സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഹൈ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്തായിരിക്കണം? സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കുറവായിരിക്കണം. അപ്പോൾ ഇതിൽ ആരാണോ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കുറവ് അവനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇത് റിഡക്ഷൻ ആണ്, because chromium 6 plus to chromium 3 plus, then manganese 7 plus to manganese 2 plus, chlorine 0 to -1, and here chromium 3 plus. Okay, I think ഇത് chromium 3 minus ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. This is chromium 3 plus. Actually it is chromium 3 plus to chromium. എല്ലാം റിഡക്ഷൻ ആണ്. സോ ആർക്കാണോ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കുറഞ്ഞത്, this is positive, but this one is negative. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഇവിടെ ഓക്സിഡേഷൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കുറഞ്ഞ ആള് ആരാണത്? So here it is, the reaction is chromium 3 plus gives chromium.
and this one is reduction. അപ്പോൾ ഇതിന്റെ opposite one is oxidation. So അപ്പോൾ ആർക്കാ നന്നായിട്ട് oxidation നടക്കുക? The one is chromium. So അപ്പോൾ chromiumത്തിന് നന്നായിട്ട് oxidation നടക്കും, which means chromiumത്തിന്റെ standard oxidation potential ഭയങ്കര high ആണ്. So option 1 is the right answer. Option 1 is the right answer. Okay അല്ലേ? The next question. Question number 28. Question number 7. 28 January shift 1 ലെ question ആണ്. So given below is the plot of molar conductivity versus root of concentration of KCl. Okay, KCl is a strong electrolyte, so straight line ആണ്, strong electrolyte ആണ്. In aqueous solution, if for the higher concentration of KCl solution, the higher concentration എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, sorry, this one is higher concentration. Higher concentration KCl resistance of the conductivity cell is 100 ohm. Then the resistance of same cell with the dilute solution x ohm, the value of x is എന്നാണ് ചോദ്യം. അപ്പോൾ ഇതാണ് concentrated solution and this one is dilute solution. So അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് കേസ് ഉണ്ട്. ഒന്ന് concentrated case and അതിനെ നമുക്ക് കേസ് നമ്പർ 1 എന്ന് വിളിക്കാം. And the second one is dilute case and dilute case നമുക്ക് കേസ് നമ്പർ എന്തെന്ന് വിളിക്കാം? 2 എന്ന് വിളിക്കാം. Okay. And നമുക്കറിയാം concentration of 1, അതായത് C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് C1 0.15 ആണെങ്കിൽ C1 ഈക്വൽ ടു 0.15 റേസ് ടു 2, അതായത് 225 ഇൻറ്റു 10 റേസ് ടു -4 വരും. ആൻഡ് വാട്ട് അബൌട്ട് C2 എന്ന് പറഞ്ഞാൽ ഡൈലൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ. റൂട്ട് C2 0.1 ആണ്, അപ്പോൾ ഇത് 0.1 റേസ് ടു 2 ഇറ്റ്സ് ഈക്വൽ ടു 10 റേസ് ടു -2. അപ്പോൾ ആ രണ്ട് വാല്യൂം കിട്ടി. ഇനി അടുത്തത് ഈ പറയുന്ന കോൺസെൻട്രേറ്റഡിൻ്റെ കേസിൽ അതിൻ്റെ എന്ത് ലാംഡ എം. അപ്പോൾ കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ ലാംഡ M1 വിച്ച് വിൽ ബി ഈക്വൽ ടു 100 ആൻഡ് വെറാസ് ലാംഡ M2 ഡൈലൂട്ടിൻ്റെ കേസിൽ വിച്ച് വിൽ ബി 115. ഓക്കെ. ഇനി ഇഫ് ദ ഹയർ കോൺസെൻട്രേഷനിൽ റെസിസ്റ്റൻസ് ഹയർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അഗെയിൻ C1 അതിൽ റെസിസ്റ്റൻസ് 100 ഓം ആണ്. ദെൻ അവർ ക്വസ്റ്റ്യൻ ഈസ് R2 ആണ്, അതായത് ഡൈലൂട്ട് സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ട് രീതിയിൽ പോവാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലാംഡ എമ്മിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട്, ബിക്കോസ് വി നോ ദാറ്റ് ദ കോൺസെൻട്രേഷൻ ആൻഡ് ഓൾസോ കോൺസെൻട്രേഷനും അറിയാം ലാംഡ എമ്മും അറിയാമെങ്കിൽ ലാംഡ എം ഈക്വൽ ടു 1000 K ഡിവൈഡഡ് ബൈ മൊളാരിറ്റി വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും. സോ ഹിയർ ദ ലാംഡ എം ഈക്വൽ ടു 1000 K divided by molarity, but there is no K, but otherwise നമുക്ക് എന്തുണ്ട്? R ഉണ്ട്. അതുകൊണ്ട് 1000 K divided by molarity and R equal to rho L by A ആണ്. and we know that rho equal to 1 by K, അതായത് R equal to 1 by K into L by A, and here L by A is a cell constant and it is a constant and 1000 is again a constant. അപ്പോൾ നമുക്ക് Kക്ക് പകരം എന്ത് ചെയ്താം? Kക്ക് പകരം നമുക്ക് 1 by R എന്ന് എഴുതാം. സോ ദിസ് ലാംഡ എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1000 ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് Kക്ക് പകരം 1 by R. അപ്പോൾ 1 by M into R, where M is the concentration and R is the resistance. And M ന് പകരം നമുക്ക് വേണമെങ്കിൽ C എന്ന് എഴുതാം. സോ M equal to C, CR. Okay. Then lambda M1 divided by lambda M2 equal to C2 R2 divided by C1 R2. Yes, this is the correct relationship. And lambda M1 where is lambda M1? 100 and lambda M2 is equal to 150. So it's equal to 150. And what is C2 equal to 10 raised to -2. 10 raised to -2. And what about R2 നമുക്ക് കണ്ടുപിടിക്കണം. So R2 is R2 divided by C1. What is C1? C1 equal to 225 into 10 raised to -4. And so wait, this one is R1, right? Okay, C1 okay, C1 and R1 the value 100. Okay, this is again 100. Then അപ്പോൾ ഇതിന് R2 കണ്ടുപിടിച്ചാൽ മതി. R2 equal to നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? This is 10 raised to -2. Okay, എല്ലാം പോയി. Then R2 equal to 225 into 100. 100ൽ 52 times and this is 3 times. അപ്പോൾ 415 divided by 3, so it's equal to 150. So 150 is the right answer. So the answer is 115. X equal to 115 ohm. Okay, it's very simple. ആ റിലേഷൻഷിപ്പ് എന്ന് പോയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോവാം ലാംഡ എമ്മിൻ്റെ ഇക്വേഷൻ വെച്ച് നമ്മൾ ഇവിടുന്ന് ആദ്യം എന്ത് ചെയ്താൽ K കണ്ടുപിടിക്കുക. ദെൻ ആ K വെച്ചിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് R കണ്ടുപിടിക്കുക. ദെൻ അങ്ങനെ പോവാം. ഓക്കെ. Done.
Question number 20, sorry, question number 8, 28 January, shift 2 ന്റെ question ആണ്. Electrolysis of 600 ml aqueous solution of NaCl for 5 minutes changes the pH of the solution to 12. Okay. So, അപ്പോൾ നമുക്കറിയാം NaCl solution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ basically neutral ആണ്. The pH is equal to 7. But after electrolysis, അവിടുത്തെ pH 12 ആയിട്ട് കൂടുന്നുണ്ട്. The current in ampere used for the given electrolysis എന്നാണ് ചോദ്യം. അപ്പോൾ NaCl സൊല്യൂഷൻ്റെ ഇലക്ട്രോളിസിസ് നമുക്ക് എല്ലാവർക്കും അറിയാം. NaCl ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് Na പ്ലസും Cl മൈനസും ആണെങ്കിൽ ദിസ് ഇസ് Na പ്ലസ് ആൻഡ് Cl മൈനസ്. സോ Na പ്ലസ് ആൻഡ് Cl മൈനസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആർക്കാണ് നടക്കുക? അതേപോലെ തന്നെ OH മൈനസും ഉണ്ട്, H പ്ലസ് OH മൈനസും. ഇപ്പോൾ സോഡിയം H പ്ലസും ആരാ? The first one is H2. കാരണം ഇവിടെ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ ആർക്ക് കുറവാണ്? H പ്ലസിന് കുറവാണ്. അപ്പോൾ ആനോഡിൽ എന്ത് കിട്ടും? H2 കിട്ടും അല്ലേ? ആനോഡിൽ കാഥോഡിൽ H2 കിട്ടും. ബിക്കോസ് +1 to 0 റിഡക്ഷൻ ആണ്. ഇതാണ് കാഥോഡ് റിയാക്ഷൻ. ആൻഡ് ആനോഡിൽ എന്താ കിട്ടുക? Cl മൈനസോ OH മൈനസോ. ആർക്കാണ് നടക്കുക? പ്രിഫറൻഷ്യബിളി Cl മൈനസിന് നടക്കുക. Cl മൈനസ് ബിക്കം Cl2. കാരണം Cl മൈനസിന്റെ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ OH മൈനസിനേക്കാളും കുറവാണ്. അപ്പോൾ ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 1 mol NaCl ഉണ്ടായിരുന്നു പ്ലസ് H2 ഉണ്ടായിരുന്നു. ആൻഡ് ഹിയർ ദ പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് H2 ഉണ്ടാവും. ആൻഡ് ഹിയർ ദ ഇലക്ട്രോലൈറ്റ് ഈസ് NaOH പ്ലസ് H2 പ്ലസ് Cl2. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഹാഫ് H2 ആൻഡ് ഹാഫ് Cl2. ബാലൻസ്ഡ് അല്ലേ? ഒരു സോഡിയം ദെൻ ഒരു ക്ലോറിൻ രണ്ട് ഹൈഡ്രജൻ. Okay, balanced. This reaction is balanced. And we know that pH is equal to 12. pH is equal to 12 means POH is equal to 2, which means negative log concentration of OH minus equal to 2 and concentration of OH minus equal to 10 raised to minus 2. സോ എവിടെ നിന്നാണ് ഈ OH മൈനസ് വരിക? OH മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പുതുതായിട്ട് ഉണ്ടാവണ NaOH ആണ് Na പ്ലസ് പ്ലസ് OH മൈനസ് ആവുന്നത്. ഇവന്റെ കോൺസെൻട്രേഷൻ 10 raised to minus 2 ആണെങ്കിൽ ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി ഇവന്റെ കോൺസെൻട്രേഷൻ എത്രയായിരിക്കും? 10 raised to minus 2. ഇനി 10 raised to minus 2 കോൺസെൻട്രേഷൻ ഓഫ് NaOH ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH എത്രയായിരിക്കണം? നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH, ബിക്കോസ് ദ കോൺസെൻട്രേഷൻ ഈക്വൽ ടു number of moles divided by volume. So number of moles equal to concentration into volume. Concentration into volume എന്ന് പറഞ്ഞാൽ 600 divided by volume ml ആണ്. അപ്പം ഞാൻ divided by 1000 ബിക്കോസ് നമുക്കതിന് ലിറ്ററിൽ കിട്ടണം. അപ്പോൾ 0 ഒക്കെ പോയി. ദെൻ ബാക്കി ആരാ ഉണ്ടാവുക? സോ ദിസ് ഈസ് ഈക്വൽ ടു 6 into 10 raised to minus 3. So here the number of moles equal to 6 into 10 raised to minus 3. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ number of moles of NaOH produced equal to 6 into 10 raised to minus 3 ആണെങ്കിൽ അത്ര തന്നെ NaCl അല്ലേ ഇവിടുന്ന് പോയിട്ടുണ്ടാവുക. So here the NaCl takes place in electrolysis equal to 6 into 10 raised to minus 3. And നമ്മോട് ചോദിച്ചിട്ടുള്ളത് കറണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ദെൻ ഫാരഡേസ് ഫസ്റ്റ് ലോ പ്രകാരം W equal to Z into I into T. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വലന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ n factor into 96500 into I into T. where W by M എന്ന് പറഞ്ഞാൽ given mass divided by molar mass, which is equal to number of moles. It is equal to IT into n factor into 96500, where I equal to n into n factor into 96500 divided by T, where is n is equal to 6 into 10 raised to minus 3 into n factor എത്രയാടാ? NaCl ആണ്. Na plus 2 chlorine -1 to 0 ആണ്. സോ n factor equal to 1 into 96500 divided by T. ടൈം എത്രയാടാ? 5 minutes. 5 minutes means 5 into 10 raised to 5 into മിനിറ്റിന് നമുക്ക് സെക്കൻഡിലേക്ക് ആക്കണം. അപ്പോൾ 5 into 16 ആകുമ്പോൾ 0 വെട്ടിപ്പോയി, 6ഉം എന്ത് ചെയ്ത് വെട്ടിപ്പോയി. ബാക്കി ആരാ ഉണ്ടാവുക? ബാക്കി ഉണ്ടാവില്ല. അപ്രോക്സിമേറ്റ്ലി ദിസ് വൺ ഈസ് ഈക്വൽ ടു എടാ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വെയിറ്റ്, ഒരു 10 divided by 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ 5ഉം ഈ 10ഉം പോയി, ബാക്കി അവിടെ ആരുണ്ടാവും? 2 ഉണ്ടാവും. സോ 2 into 10 raised to minus 3 into 965 is approximately 10 raised to minus 3. So 10 raised to minus 3 ഇതും പോയി. So 2 ampere, approximately it is equal to 2 ampere. So nearest integer ആണ്. So the answer is equal to 2 ampere. So next question.
Next question. The molar conductivity of a weak electrolyte. The next question is the molar conductivity of a weak electrolyte when plotted against the square root of its concentration. Which of the following is expected to be observed? Point number 1, it is a weak electrolyte. Then weak electrolyte angle, the plot is like this. Okay. So, appo ingeneyaanu weak electrolyte vara. And here the molar conductivity. And this is the concentration, root C. Okay. അപ്പോൾ ഇങ്ങോട്ടേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടാണ്. സോ ഇനി ഇവിടെ എ സ്മോൾ ഡിക്രീസ് ഇൻ മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ഒബ്സർവ്ഡ് അറ്റ് ഇൻഫൈനൈറ്റ് ഡയലൂഷൻ. ഇൻഫൈനൈറ്റ് ഡയലൂഷനിൽ സ്മോൾ ഡിക്രീസ് ആണ് ഉണ്ടാവുക. ഇൻഫൈനൈറ്റ് ഡയലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ്. ഇൻഫൈനൈറ്റ് ഡയലൂഷനിൽ എന്തായാലും സ്മോൾ ഡിക്രീസ് അല്ല, അവിടെ എന്താണ്? ലാർജ് ഡിക്രീസ് ആണ്. മാത്രമല്ല ഇൻഫൈനൈറ്റ് ഡയലൂഷൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഇങ്ങനെ പോവുക ചെയ്യാം. നമ്മളത് കോളറാഷ് ലോ വെച്ചിട്ടാ പറയാ. മോളാർ കണ്ടക്ടിവിറ്റി ഡിക്രീസസ് ഷാർപ്ലി വിത്ത് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. ഓക്കെ, മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് ഷാർപ്ലി വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. ആൻഡ് സ്മോൾ ഇൻക്രീസ് ഇൻ മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ഒബ്സർവ്ഡ് അറ്റ് ഇൻഫൈനൈറ്റ് ഡയലൂഷൻ. സോ മോളാർ കണ്ടക്ടിവിറ്റി ഇൻഫൈനൈറ്റ് ഡയലൂഷൻ നമുക്കത് പറയാനേ പറ്റൂല. മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് ഷാർപ്ലി ഇൻ ഇൻക്രീസിങ് ദ കോൺസെൻട്രേഷൻ. അപ്പോൾ നമുക്കിവിടെ ആകെ ഉള്ളത് ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ. ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ആക്സിലൂടെ പോകുന്നു. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്താ ഉണ്ടാവുക? ഡിക്രീസസ് ഷാർപ്ലി ആണോ ഇൻക്രീസസ് ഷാർപ്ലി ആണോ? ഓഫ് കോഴ്സ് നമുക്കറിയാം ഇൻക്രീസസ് ഷാർപ്ലി അല്ല. നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി ആക്ച്വലി എന്താ ചെയ്യണത്? ഡിക്രീസ് ചെയ്യുക ചെയ്യണത്. അപ്പോൾ ഡിക്രീസസ് ആണ് വരിക. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. Option 2 is the right answer. 9 answer എത്രയാണ്? Option 2. Then the next question number 10. Jan 29 shift 1 question ആണ്. The standard reduction potential value of some of the p block ions are given below. Predict the one with the strongest oxidizing capacity. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സ്ട്രോങ്സ്റ്റ് ഓക്സിഡൈസിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ട് ആസ് എ ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ്. ആരാ ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ് ആവുക? അവന് നന്നായിട്ട് എന്ത് നടക്കണം? റിഡക്ഷൻ നടക്കണം. നന്നായിട്ട് റിഡക്ഷൻ നടക്കണമെങ്കിൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യണം? കൂടണം. സോ ഇതിൽ ആർക്കാണ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടുതലുള്ളത്? 4+2 2+ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. 4+2 2+ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. താലിയം 3+2 +1 റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. എല്ലാം റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. സോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഏറ്റവും കൂടിയ ആളാരാടാ? ദിസ് ഈസ് +1.67 ആൻഡ് ദിസ് ഇസ് മൈനസ്. അപ്പോൾ ഇതെന്തായാലും ആൻസറിൽ വരില്ല. And 1.15 is less than 1.67 and this is also less than. So option 1 is the right answer. So lead 4+2 lead 2+. കാരണം ആ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഭയങ്കര ഹൈ ആണ്, വിച്ച് മീൻസ് അവന് നന്നായിട്ട് റിഡക്ഷൻ നടക്കും. റിഡക്ഷൻ നടക്കുമെങ്കിൽ ഇറ്റ് ആക്ട് ആസ് എ better oxidizing agent. Okay, then the next question number 11. For magnesium bar magnesium 2+. Then ഇവിടെ സോൾട്ട് ബ്രിഡ്ജ് Ag + bar Ag, the correct Nernst equation. So Nernst equation നമ്മൾ എങ്ങനെ എഴുതാം? Actually Nernst equation equal to E cell equal to E0 cell minus RT/NF into log Q. Whereas here the equation is equal to magnesium is anode. Anode എന്താ സംഭവിക്കുക? Oxidation, magnesium 2+. And this is solid, this one is aqueous. Then cathode ആരാ ഉള്ളത്? silver plus silver, and this is solid and this is aqueous. We know that this is 2 electron oxidation. That's why even 2 electron involved ചെയ്യണം. 2 electron involved ചെയ്യണമെങ്കിൽ 2Ag. Okay, so here the N equal to 2. അങ്ങനെയാണെങ്കിൽ E cell equal to E0 cell minus RT/2F into log Q. So here the Q equal to reaction coefficient, Q equal to concentration of Mg2+ raised to the power 1. Then Ag എടുക്കണ്ട because it is a solid, divided by concentration of Ag plus raised to the power 2, and here Mg2+ divided by Ag plus raised to the power 2. ഇങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ നോക്ക്. ദിസ് ഇസ് Ag+. ഇവിടെ പവർ ഒന്നുമില്ല, സോ ഇതെന്തായാലും നമ്മുടെ ആൻസർ അല്ല. ഇവിടെ പവർ ഉണ്ട് പക്ഷേ പ്ലസ് ആണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ ദെൻ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതി കൂടെ? E0 cell plus RT/2F into log Ag plus raised to 2 divided by Mg2+. ഇങ്ങനെ എഴുതി കൂടെ? യെസ്, ഓപ്ഷൻ 2 is the right one. Option 2 is the right one. Okay, yes. Then the next question number 12. Oxygen gas will be evolved as a product of electrolysis of. എന്നിട്ട് ഒരുപാട് ഓപ്ഷൻ തന്നിട്ടുണ്ട്. An aqueous solution of AgNO3 using silver electrode,
an aqueous solution of AgNO3 using platinum electrode, a dilute solution of H2SO4 using platinum electrode, a high concentration solution of H2SO4 using platinum electrode. നമുക്ക് ഓരോന്നും എടുത്തു നോക്കാം. ഫസ്റ്റ് വൺ ഈസ് AgNO3 സൊല്യൂഷൻ. ഓക്കെ, നോക്കട്ടോ, AgNO3 സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ AgNO3 സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് NaCl, സോറി NaCl അല്ല, ആനോഡും കാഥോഡും. അപ്പോൾ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. AgNO3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൊല്യൂഷൻ AgNO3 ആണ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ സിൽവർ ഇലക്ട്രോഡ്. ഇത് രണ്ടും സിൽവർ ഇലക്ട്രോഡ് ആണ്. സിൽവർ ഇലക്ട്രോഡ് ആണെങ്കിൽ ഇവിടെ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, ആദ്യം ഈ പറയുന്ന Ag എന്തായിട്ട് മാറും, Ag പ്ലസ് ആയിട്ട് മാറും, ഈ Ag ആയിട്ട് മാറും. അതായത് ഇവിടെ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Ag പ്ലസ് ഗീവ്സ് Ag ആണ്. ആൻഡ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Ag ഗീവ്സ് Ag പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഇവോൾവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം സിൽവർ ഇലക്ട്രോഡ് ആണെങ്കിൽ സിൽവർ ഗീവ്സ് Ag പ്ലസ്, അതാണ് ഓക്സിഡേഷൻ നടക്കുക. ആൻഡ് Ag പ്ലസ് ഗീവ്സ് Ag, അതാണ് എന്ത് നടക്കുക, റിഡക്ഷൻ നടക്കുക. അപ്പോൾ എ എന്തായാലും നമ്മളുടെ ആൻസറിൽ വരൂല. നമ്മളുടെ ആൻസറിൽ വരൂല. ഉള്ള ആൻസറുകളൊക്കെ ഞാൻ വെട്ടി. ഓക്കെ, ദെൻ ബി രണ്ട് ആൻസറിലും ഉണ്ട്. ബി അപ്പോൾ എന്തായാലും വരും. ആൻഡ് ബി എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ബി ഈസ് സിംപ്ലി, ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടെയ്നർ. ദെൻ ഇവിടേക്ക് ഞാൻ രണ്ട് റോഡുകൾ ഡിപ്പ് ചെയ്യുന്നു. ദെൻ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. ദെൻ ഏതാ ഇലക്ട്രോഡ്, ഏതാ പ്ലാറ്റിനം. ആൻഡ് പ്ലാറ്റിനം ഈസ് എ ഇനേർട്ട് ഇലക്ട്രോഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ AgNO3 തന്നെയാണ് സൊല്യൂഷൻ. സോ സൊല്യൂഷൻ ഈസ് AgNO3, Ag പ്ലസ് ആൻഡ് NO3 മൈനസ്. ആൻഡ് സൊല്യൂഷൻ കണ്ടെയ്ൻസ് H പ്ലസ് ആൻഡ് OH മൈനസ് ഓൾസോ. ഓക്കെ, സോ ഇനി ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് ആര് പോവും, സിൽവർ പ്ലസ് പോവോ H പ്ലസ് പോവോ? പക്ഷെ അത് നമ്മളുടെ അത്ര എന്തല്ല, റെലവൻ്റ് അല്ല. കാരണം ആര് പോയി കഴിഞ്ഞാലും നമുക്ക് ഓക്സിജൻ പോകുമെന്ന് പറഞ്ഞാൽ മതി, ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ സിൽവർ പ്ലസും H പ്ലസും വന്നു കഴിഞ്ഞാൽ, സോ സിൽവർ പ്ലസിന്റെ മെർക്കുറി, സിൽവർ, കോപ്പർ, ഇവരുടെ മൂന്നിൻ്റെ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ ഹൈഡ്രജനേക്കാളും കുറവാണ്. സോ അപ്പോൾ ഇവർക്കാണ് ഡിസ്ചാർജിങ് ഇവിടെ നടക്കുക, Ag. ആൻഡ് OH മൈനസിന്റെ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് NO3 മൈനസ്. NO3 മൈനസിന്റെ SO2 മൈനസിൻ്റെക്കാളൊക്കെ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ OH മൈനസിന് കുറവാണ്. സോ OH മൈനസിന് ഡിസ്ചാർജ്, അതായത് ഇവിടെ നടക്കുന്നത് എന്താ, +1 to 0 റിഡക്ഷൻ ആണെങ്കിൽ ഇവിടെ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. അപ്പോൾ ഓക്സിജൻ -2 നിന്ന് 0ക്ക് പോകുന്നതാണ് ഓക്സിഡേഷൻ. അപ്പോൾ ഇവിടെ ഈ പ്രോസസ്സിൽ ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവോൾവ് ചെയ്യുന്നുണ്ട്. അത് നമുക്കിനി നിങ്ങളുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ആൻസർ അറിയില്ലെങ്കിലും അത് സുഖമായിട്ട് എഴുതാൻ പറ്റും. കാരണം ഇത് ഞാൻ സ്ട്രൈക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇത് രണ്ടും, അതായത് രണ്ട് ഓപ്ഷനിൽ ബി ഉണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് H2SO4 ആണ്. സോ ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് H2SO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാള്, ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് H2SO4. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടെയ്നർ. ഈ കണ്ടെയ്നറിൽ നമ്മൾ എന്ത് ഡിപ്പ് ചെയ്യുന്നു, ഓക്കെ, നെഗറ്റീവ്, പോസിറ്റീവ്. ഇത് ഡൈലൂട്ട് H2SO4 ആണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് H പ്ലസ് ആൻഡ് OH മൈനസ്, ബിക്കോസ് വാട്ടർ ഉണ്ട്. ആൻഡ് H2SO4 ഓൾസോ കണ്ടെയ്ൻ H പ്ലസ് ആൻഡ് SO2 മൈനസ്. സോ ഇവിടുന്ന് എന്തായാലും H2 റിലീസ് ചെയ്യും. ഓക്കെ, പക്ഷേ H2 അല്ല നമുക്ക് വേണ്ടത്, O2 റിലീസ് ചെയ്യാൻ നോക്കണം. സോ സപ്പോസ് ഇറ്റ് ഈസ് ഡൈലൂട്ട്, വാട്ട് ഈസ് മീൻ ബൈ ഡൈലൂട്ട്? The concentration of SO2 minus is very, very lesser than that of OH minus. So the potential of OH minus, again the discharge potential of OH minus is less than that of SO2 minus. So ഇവിടെ O2 liberate ചെയ്യും. ഇത് എന്താണെങ്കിൽ dilute ആണെങ്കിൽ. Suppose it is a concentrated solution of H2SO4, then SO2 minus ആയിരിക്കും ഡിസ്ചാർജിങ്ങിന് പോവുക. And here the product is S2OH2 minus. ആൻഡ് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് കോൺസെൻട്രേറ്റഡിന്റെ കേസ്, ഇത് ഡൈലൂട്ടിന്റെ കേസ്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ O2 പ്രൊഡ്യൂസ് ചെയ്യില്ല, പക്ഷേ ഡൈലൂട്ട് ആണെങ്കിൽ O2 പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് H2SO4 യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡ് ഈസ് റൈറ്റ്. സോ അപ്പോൾ ബി കറക്റ്റ് ആണ്, സി കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് വൺ. അങ്ങനെയാണെങ്കിൽ 4 എന്താ, ഹൈ കോൺസെൻട്രേഷൻ സൊല്യൂഷൻ ഓഫ് H2SO4 യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡ് നടക്കുമോ? ഇല്ല. എന്താ കാരണം? ബിക്കോസ് ഹൈ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഇവിടെ S2OH2 മൈനസ് ഉണ്ടാവുക. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. Then the next question is match the following ആണ്. Jan 29 shift 2ന്റെ ക്വസ്റ്റൻ ആണ്. സോ ദിസ് ഈസ് ദ പ്രോബബ്ലി ദ സിംപ്ലസ്റ്റ് ക്വസ്റ്റൻ ആസ്കിംഗ് ഫ്രം ഇലക്ട്രോകെമിസ്ട്രി. സോ ഇവിടെ ഒന്നുമില്ല. ട്രാൻസിസ്റ്റേഴ്സിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക, ഡ്രൈ സെല്ല യൂസ് ചെയ്യുക അല്ലേ. ട്രാൻസിസ്റ്റേഴ്സിൽ ഡ്രൈ സെല്ല യൂസ് ചെയ്യുക, അതായത്
സിങ്കും കാർബണും, ആനോഡ് സിങ്ക്, കാഥോഡ് എന്താണ് കാർബൺ. ഹിയറിംഗ് എയ്ഡ്സിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മെർക്കുറി സെല്ല് യൂസ് ചെയ്യാം. അപ്പം ബീൻ്റെ ആൻസർ 1. അപ്പോൾ എൻ്റെ ആൻസർ സ്വാഭാവികമായിട്ടും 3, എൻ്റെ ആൻസർ 3, ബീൻ്റെ ആൻസർ 1. ആൻഡ് സി ഇൻവേർട്ടേഴ്സിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക ലെഡ് സ്റ്റോറേജ് ബാറ്ററി അല്ലേ. അപ്പോൾ സീൻ്റെ ആൻസർ 4. ആൻഡ് അപ്പോളോ സ്പേസ് ഷിപ്പിൽ നമ്മൾ ഹൈഡ്രജൻ ഫ്യൂൾസ് എല്ലാം യൂസ് ചെയ്യുക. സോ ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. സോ നമ്മൾ അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയിലെ എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഇതാണ് നമ്മൾ പ്രോബ്ലി കെമിസ്ട്രിയിലെ ലാസ്റ്റ് വീഡിയോ. നമ്മൾ ഇതിനോടകം തന്നെ എല്ലാ ചാപ്റ്റേഴ്സും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരുവിധം ഫിസിക്കൽ കെമിസ്ട്രി ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓർഗാനിക് CR കംപ്ലീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ നിങ്ങളുടെ വരാറായി. സെഷൻ 2 വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ സെഷൻ 2 അടിപൊളി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി എല്ലാ ആശംസകളും നേരുന്നു. സോ താങ്ക് യു. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.